ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് ദിവസമായിട്ടോ ഞാൻ ഇതുപോലെ ഒരു വോയിസ് ഓവർ കൊടുത്തൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കിട്ടുന്നില്ല, അതിലുപരി എൻ്റെ മടി എഡിറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു മടി, അതൊക്കെയാണ് കേട്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര ലേറ്റ്. അപ്പോൾ കുറേ നാളായി ഇനി മര്യാദയ്ക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ എഡിറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് ലേറ്റായിട്ടാണ് ഇടുന്നത്. തൃക്കൂര് ഉത്സവത്തിന് ഒരു ദിവസത്തെ പരിപാടിക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിത് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഇടുന്നത്. കാരണം അവിടെ ഉത്സവം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇടണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇടാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ അമ്മയുടെ വീട് തൃക്കൂരാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു ദിവസത്തെ ഉത്സവത്തിൻ്റെ പരിപാടി കാണാനായിട്ട് പോയി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് അവിടെ ഔസേപ്പച്ചനൊക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആളെയൊക്കെ കാണാനായിട്ട് പറ്റി. പിന്നെ ഗാനമേള അതൊക്കെ കാണാൻ പറ്റി. നല്ല ലൈറ്റിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ആ ലൈറ്റൊക്കെ കാണുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് അതൊക്കെ കാണാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഔസേപ്പച്ചനൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഔസേപ്പച്ചനും സംസാരിക്കുകയൊക്കെ കഴിഞ്ഞിട്ടാണ്, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗാനമേള ഉണ്ടായിരുന്നത്. ശ്രീ ഔസേപ്പച്ചന് തൃക്കൂരപ്പന്റെ മണ്ണിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിൽ മേച്ചേരി വീട്ടിൽ ലൂയിസിന്റെയും മാത്തിരി പാലിയക്കരയുടെയും മകനായി ജനനം. മൂത്ത ജ്യേഷ്ഠന്റെ വയലിൻ വായനയിൽ ആകൃഷ്ടനായ ഔസേപ്പച്ചൻ എന്ന കൊച്ചുബാലൻ തന്റെ വഴി സംഗീതമാണെന്ന് തിരിച്ചറിഞ്ഞു. മലയാള സിനിമാ സംഗീതത്തിലെ രണ്ട് ഘട്ടങ്ങളെ ഇണക്കി ചേർക്കുന്ന ഭാവസുന്ദരമായ ഒരു കണ്ണിയാണ് ഔസേപ്പച്ചൻ. വയലിൻ വായനയിൽ മിടുക്ക് കാണിച്ച കൊച്ചു ഔസേപ്പച്ചന് ഫാദർ അഗസ്റ്റിനാക്കര സമ്മാനിച്ച വയലിനിൽ അവന്റെ സംഗീത പാഠങ്ങൾ സ്വയം നെയ്തെടുത്തു. ചെറുപ്രായത്തിൽ തന്നെ സുഹൃത്ത് ആഗ്ലി ഡി കൂഞ്ഞ വഴി തൃശ്ശൂരിലെ വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന സംഗീത ട്രൂപ്പിലെത്തി. ഔസേപ്പച്ചന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഗായകൻ ജയചന്ദ്രൻ, സംഗീത സംവിധായകൻ ദേവരാജൻ മാഷിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ജീവിതത്തിൽ വഴിത്തിരിവായി. അപ്പോൾ ഔസേപ്പച്ചനെ കുറിച്ച് ചെറിയ വീഡിയോ ഒക്കെ കാണിച്ച് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പിന്നെ ആളുടെ 2 വാക്ക് സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇതേ നോക്കിയ ചുറ്റുപാട് എന്തോരം ആൾക്കാരെ വന്നു നോക്കണേന്ന് അറിയോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് ഈ നിമിഷത്തിൽ. എനിക്ക് കൂടെ നിൽക്കുമ്പോൾ മറന്നുപോയ എൻ്റെ ഒരു തറവാട്ടിലേക്ക് ഞാൻ കയറി ചെന്ന ഒരു പ്രതീതിയാണുള്ളത്. ഇതെന്താണെന്ന് നിങ്ങൾ ധരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ചുരുക്കം പേർക്കറിയാം. അതായത് എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. 55 കൊല്ലം മുമ്പ് തൊട്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ, അവർ താമസിക്കുന്ന അവരൊക്കെ വളർന്ന ഈ സ്ഥലമാണ്. ഞാനിതിൻ്റെ തൊട്ടടുത്താണ്, ഒല്ലൂരാണ്. പക്ഷേ തറവാടെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും, ഇയാൾക്ക് എന്തോ ഒരു ചായ, എവിടെയോ ഒരു ചായ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും. എൻ്റെ തറവാടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 കൊല്ലം മുമ്പല്ല, അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പല്ല, ഒരു 300 കൊല്ലം മുമ്പ് എടുത്താൽ എൻ്റെ തറവാട് കൊടുങ്ങല്ലൂരുണ്ട്. ആ തറവാടിൻ്റെ പേര് മേച്ചേരി മന എന്നാണ്. ഇപ്പം അത് മേച്ചേരി ഹൗസായി. പിൽക്കാലത്ത് ഉള്ള മാറ്റങ്ങളിൽ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു, എനിക്ക് കിട്ടിയ ബാലപാഠങ്ങൾ വെച്ച് ഞാൻ ജീവിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ സത്യത്തിൽ എനിക്കൊരു പക്ഷേ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടാണ് ഇത് മേച്ചേരി ഹൗസ് ആവുന്നത്. അല്ലെങ്കിൽ മേച്ചേരി മനയിലുള്ള ഒരു സന്തതിയായിട്ട് ഞാൻ വളർന്നേനെ. ഒല്ലൂരായതുകൊണ്ട് ഒരു പക്ഷേ തൃക്കൂരിക്ക് മാറ്റം കിട്ടിയേനെ. കാരണം ഇതാണ് കുറച്ചും കൂടി ആ സമൂഹത്തിനും ആ തൃക്കൂരപ്പൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ടായിരുന്നേനെ എന്നൊക്കെ പറയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊരു തറവാടിൻ്റെ ഫീൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും ബന്ധുക്കളാണ്, അറിയോ.
രക്തബന്ധമുള്ളവർ ഇവിടെ ഉണ്ടാകാം, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ അല്ല, എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ ഒരു പ്രീസ്റ്റാണ്. പക്ഷെ അദ്ദേഹം ഈ തറവാടിൻ്റെ പൂർവികരുടെ ഇതൊക്കെ അന്വേഷിച്ച് പോയി ഇവിടെ കൊടുങ്ങല്ലൂർ ചെന്നപ്പെട്ടു. കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ അവിടെ മേച്ചേരിമാൻ എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിനെ വിളിച്ച്, സ്വന്തം രക്തബന്ധത്തെ അവിടെ വിളിച്ച് അവർ ഫുൾ അന്ന് ഒരു ദിവസം മുഴുവൻ സംസാരിച്ച് ഭക്ഷണമൊക്കെ വിളമ്പിയിട്ടാണ് പോയത്. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യത്വത്തിനാണ് മുൻതൂക്കം ഞാൻ നൽകുന്നത്. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും സ്വയം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വളരെ കൃത്യമാണ്. ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമി സ്വരഹൃദയം. ജനിക്കണം ഇനിയും ജന്മമുണ്ടെങ്കിൽ കണ്ണാ ഗുരു പവന പൂജയ്ക്കായി അർപ്പിക്കും പൂക്കളായെങ്കിലും തൃപ്പാദകമലങ്ങൾ പൂവീഴും ആ പാദാരവിന്ദങ്ങൾ. അന്തിപ്പൊൻവെട്ടം നെല്ലെ താഴുമ്പോൾ, അന്തിപ്പൊൻവെട്ടം കടലിൽ നെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അപ്പം അങ്ങനെ ഉദ്ഘാടനം വർത്തമാനം പറച്ചിലൊക്കെ കഴിഞ്ഞ് പരിപാടി തുടങ്ങി ഒരു 2 പാട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ അത് വയലൻ്റായി തുടങ്ങി കേട്ടോ. അതുവിന് ഉറക്കമൊക്കെ വരുന്ന സമയമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മെല്ലെ വീട്ടിലേക്ക് സ്കൂട്ടാവാമെന്ന്. അപ്പോൾ നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്